KPCC ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ മൂല്യങ്ങൾ ചോർന്നു പോകുന്നതിനെതിരായിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. എന്നെ പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കിയിട്ട് 10 വർഷത്തിന് ഏറെയായി. ഞാനൊരു 4 അപ്പീൽ കൊടുത്തിരുന്നു. 3 അപ്പീൽ സംസ്ഥാന ലീഡർഷിപ്പിനും കൊടുത്തു, 1 അപ്പീൽ ജില്ലാ ലീഡർഷിപ്പിനും കൊടുത്തു. പക്ഷെ ഇതുവരെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. മാത്രമല്ല, എന്നെ പാർട്ടിയിൽ എന്തിനാണ് പുറത്താക്കിയത് എന്നതിനെ സംബന്ധിച്ച് എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. അല്ല, പാർട്ടി ഇവിടെ ഉണ്ടാവണം, പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാവണം, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പാർട്ടിയെ സ്നേഹിക്കുന്ന അനുഭാവികളുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. മലപ്പുറം എൻ്റെ നാടാണ്, അതൊരു തർക്കമൊന്നുമില്ല. പക്ഷെ അത്തരം തെരഞ്ഞെടുപ്പിലെ ചർച്ചകളെ കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. ചർച്ച ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്, അത് ഞാൻ സ്ഥിരീകരിക്കുന്നു. പക്ഷെ ഞാനൊരു മറുപടി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സൗഹൃദം എനിക്ക് എല്ലാ പാർട്ടിക്കാരുടെ നേതാക്കളായിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. ആ സൗഹൃദത്തിന്റെ പേരിൽ തന്നെയാണ് അവരെന്നോട് സംസാരിച്ചതും അവരെന്നോട് ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ഞാൻ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോഴും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായി തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ പാർട്ടി ഒട്ട് സുരേഷ് ഏട്ടനെ തിരിച്ചെടുക്കുന്നില്ല. എന്തിനാ പുറത്താക്കിയതെന്ന് സുരേഷ് ഏട്ടന് അറിയില്ല. 4 തവണ അപ്പീൽ പോയിട്ടുണ്ട്. എന്നിട്ടും പാർട്ടി കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അജ്ഞാതമാണ്, അനന്തം അജ്ഞാതം. അപ്പം ഈ കോൺഗ്രസ്സുകാർ ഇദ്ദേഹവുമായി ചർച്ച ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരെ കൂടി നാറ്റിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതെങ്കിലും കേട്ടിട്ട് പാർട്ടി തന്നെ ഒന്ന് തിരിച്ചെടുക്കട്ടെ എന്നായിരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. പാർട്ടിക്ക് വേണ്ടാത്തത് കൊണ്ടായിരിക്കും പുറത്താക്കിയത്. അതും അച്യുതാനന്ദൻ്റെ കാലത്താണ്, 10 വർഷം മുന്നേ പിണറായി വിജയൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ കാരണം ഇന്നും അനന്തം അജ്ഞാതമായി തുടരുന്നത് കൊണ്ട് സുരേഷ് ഏട്ടന് എങ്ങനെയെങ്കിലും അനുഭാവിയാണ് CPM അനുഭാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും CPM കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ചർച്ചയുടെ കാര്യം എടുത്തിട്ടുകൊണ്ട് വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പറയുന്നത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്തായാലും പൊന്നു സുരേഷ് ഏട്ടാ, നിങ്ങളെ ഇനി പാർട്ടി തിരിച്ചെടുക്കാൻ പോകുന്നില്ല. വേണമെങ്കിലുള്ള നേരത്തെ കോൺഗ്രസ്സിലേക്ക് പോകാൻ നോക്ക്, ഇങ്ങനെ കിടന്ന് ഛർദ്ദിക്കാതെ. അതാണ് എനിക്ക് പറയാനുള്ളത്.